എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുക്കിങ് ബീഫ് സ്റ്റൂ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ബീഫ് സ്റ്റൂ ഉണ്ടാക്കുന്നതെന്ന്. ഞാനിതിന് 1 കിലോ ബീഫ് അവിടെ എടുത്തിരിക്കുന്നത്. ഇത് മീഡിയം പീസായിട്ട് മുറിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേറ്റ് ഞാൻ ഉപ്പും കുരുമുളക് പൊടിയും ഒരല്പം ഗരം മസാലയുടെ പൊടിയും കൂടെ ചേർത്താണ് മാരിനേറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരല്പം വിനാഗിരിയും കൂടെ ഒഴിക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ കൂടി ചതച്ചത്. ഇനി ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു അരമണിക്കൂർ വയ്ക്കാം. ബീഫ് മാരിനേറ്റ് ആകുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് അല്പം പച്ചക്കറിയൊക്കെ ഇടുന്നുണ്ട് ഞാൻ. അപ്പോൾ അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കൊരു കുക്കർ വെച്ച് കുക്കറിൽ തന്നെ ഇന്ന് കംപ്ലീറ്റ് കുക്കിങ് ചെയ്യാം. ആദ്യം നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയിലാണ് കുക്ക് ചെയ്യുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് മസാല അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഏലക്ക ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് ചിലപ്പം തെറിക്കുമായിരിക്കും എണ്ണയ്ക്കകത്തോട്ട് ഇടുമ്പോഴേ. ഇനി നമുക്ക് സവാള നീളത്തിലരിഞ്ഞ സവാള. ഇത് ഞാനിപ്പോൾ 2 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകും കറിവേപ്പിലയും. ഞാൻ 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളകിന് അധികം എരിവില്ലാത്തതാണ്. പച്ചമുളക് എടുക്കുമ്പോൾ അതൊക്കെ സൂക്ഷിച്ചു വേണം. നമ്മളിപ്പം ബീഫ് സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് കുരുമുളകും പച്ചമുളകും മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പം എരിവിനനുസരിച്ച് പച്ചമുളകൊക്കെ എടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. അധികം വേണ്ട, ഒരു 1/2 ടീസ്പൂൺ മതി. നമ്മൾ മാരിനേറ്റ് ചെയ്യുന്നതിനകത്ത് ഇട്ട കാരണം ഞാൻ അധികം ഇതിനകത്ത് ഇടുന്നില്ല. അതും കൂടെ മൂത്ത് കഴിയുമ്പോൾ ഇളക്കി നന്നായിട്ട് മൂപ്പിക്കുക. ഈ സവാള ഒത്തിരി ബ്രൗൺ കളറൊന്നും ആകണ്ട കേട്ടോ, നന്നായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ഇനി നമുക്ക് കിഴങ്ങിടണം. കിഴങ്ങ് ഞാൻ ഇത്തിരി വലിയ പീസായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ ഇച്ചിരി വലിയ പീസായി കിഴങ്ങ് കിടക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതിനകത്ത് ഇച്ചിരി പച്ചക്കറിയൊക്കെ ഇടുന്നുണ്ട്. ലൈക്ക് ക്യാരറ്റ്, ബീൻസ്, മിക്സ് വെജിറ്റബിൾ കിട്ടുമല്ലോ, ഫ്രോസൺ കിട്ടുന്നത്, അതാണ് ഇപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതില്ലെങ്കിൽ നിങ്ങൾക്ക് ബീൻസും ക്യാരറ്റും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ അരിഞ്ഞിട്ടാണ്. ഇത് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമുക്കിതെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. മാറ്റി വെച്ചിട്ട് ഞാൻ ഈ കുക്കറിൽ തന്നെയാണ് ബീഫ് വേവിക്കാൻ വെക്കുന്നത്. അപ്പം ബീഫ് ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിക്കണ്ട. കുക്കറിൽ വെച്ച് ഒരു 5 വിസിൽ വരുന്നിടം വരെ നമുക്ക് വേവിക്കണം. അപ്പം നമ്മുടെ ബീഫ് 5 വിസിൽ കഴിഞ്ഞ് കുക്കറിൻ്റെ ഗ്യാസ് തന്നെ പോയി. അത്രയും സമയം ഇതിപ്പം ആയി. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുന്നു. 200 ml തിൻ പാല് നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾസ്. അപ്പോൾ ഞാൻ ഇനി ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കുക്കർ അങ്ങോട്ട് അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ ആയിട്ട് നേരം ഓഫ് ചെയ്യും. അത് കഴിഞ്ഞ് അതിൻ്റെ പ്രഷർ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ തേങ്ങാപ്പാൽ കിടന്ന് ബീഫും പച്ചക്കറിയും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു തക്കാളിക്ക 4ആയിട്ട് മുറിച്ചിട്ട് അതും കൂടി ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം. പിന്നെ മസാലയുടെ പൗഡർ, അതായത് ഗരം മസാല, അപ്പോൾ അത് ഒരു ടീസ്പൂണും കൂടെ ചേർക്കാം. ഇനി നമുക്ക് അല്പം വിനാഗിരിയും കൂടെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി. എന്നിട്ട് നമ്മുടെ തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ 100 ml ഉണ്ട്, അതും കൂടെ ഒഴിക്കുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇതിനകത്ത് നെയ്യ് എടുത്തിട്ട് നെയ്ക്കകത്ത് ചെറിയ ഉള്ളി അരിഞ്ഞതും കാഷ്യൂനട്ട് പിന്നെ കറിവേപ്പില, ഇത് 3 കൂടെ മൂപ്പിച്ച് ചേർക്കുക. ഞാനത് ചെയ്യുന്നില്ല. അതും കൂടി ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ കറിക്ക് നല്ല രുചിയായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അപ്പോൾ ബീഫ് സ്റ്റൂ ഉണ്ടാക്കി കഴിക്കണം. അടുത്ത ഒരു വീഡിയോ ആയി വരുന്നത് വരെ ഗുഡ് ബൈ.